പക്ഷേ 75 വയസ്സ് കഴിഞ്ഞ ഒരുപാട് സഹാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരൊന്നും പാർട്ടി റിട്ടയർമെൻ്റ് അല്ല, അവരുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകും. ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് നിരാശാബോധം ഉണ്ടാവും. വൈകടത്തിൽ അതിരിക്കുന്നത് മനുഷ്യരല്ലേ. ഒരുപാട് കൊല്ലക്കാലം, അത്രയോ പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഹാക്കൾ അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാം ചുമതലയും അതുപോലെ തന്നെ പ്രവർത്തനത്തിൻ്റെ അവസരവും നൽകിക്കൊണ്ട് തന്നെ അവരെ റിട്ടയർമെന്റ് ഇത് 75 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരു പിടിയാണ് ചുമതല ഇപ്പോഴും ഉണ്ടല്ലോ. ചുമതല കൊടുക്കുന്നതിന് യാതൊരു പ്രയാസമില്ല. അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. ചുമതല കൊടുക്കുന്നതിന് എന്താ കുഴപ്പമുള്ളൂ? പ്രവർത്തനത്തിന് അവർക്ക് സൗകര്യം നൽകുന്നതിന് യാതൊരു പ്രയാസവും പാർട്ടിക്കില്ല. ആരോഗ്യമുള്ള ഏത് 75 വയസ്സ് കഴിഞ്ഞ സഹാവിനും നേതാവിനും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല വേദികളുണ്ട്, അതെല്ലാം ഉപയോഗിക്കാം. അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചത്.